ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ്, ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, ഇനി 1.5 കപ്പ് ഗോതമ്പ് പൊടി അരിച്ചെടുത്തതാണ് കേട്ടോ. അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഇളം ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം. ഒരു 1/4 കപ്പ് കൂടെ നമുക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി വെള്ളം ചേർക്കേണ്ട, 1/4 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ, ഇളം ചൂടുവെള്ളമാണ് നമുക്ക് ഈ ഒരു 1.5 കപ്പ് ഗോതമ്പിലേക്ക് വന്നിരിക്കണേ. നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് അൺസാൾട്ടഡ് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കാം കേട്ടോ, എന്നാലേ ഇത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഡബിൾ സൈസ് ആവാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മിനിമം 1 മണിക്കൂർ വയ്ക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ടെമ്പറേച്ചർ അനുസരിച്ച് വേണം, ഇപ്പോൾ തണുപ്പുള്ളൊരു സമയമാണല്ലോ, ടെമ്പറേച്ചർ അനുസരിച്ച് വേണം വയ്ക്കാൻ. അപ്പോൾ ഡബിൾ സൈസ് ആവുന്ന വരെ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് പരത്തി കൊടുക്കുക. അതുപോലെ ഒന്ന് ഒരുപാടൊന്നും പരത്തണ്ട കേട്ടോ, ജസ്റ്റ് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നമുക്കൊന്ന് മടക്കി എടുക്കുക ഇതുപോലെ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. 2 സൈഡ് വേണമെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ഓപ്പാക്കിക്കോളൂ കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു റെഡ് ലോഫ് പാൻ എടുത്തിട്ടുണ്ട്, ഗ്രീസ് ചെയ്തതാണ് ഓയിൽ. അതിലേക്ക് നമുക്കിതൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ഇതിങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. അതൊന്ന് നന്നായിട്ട് പൊങ്ങി വരട്ടെ. ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ ബ്രെഡിൻ്റെ ഈ ഒരു ലോഫ് പാനിൽ വെച്ചത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മീതേക്ക് മിൽക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസാൾട്ടഡ് ബട്ടർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 30 മിനിറ്റോളം എടുത്തിപ്പോൾ ഞാൻ നന്നായി തണുത്തതിന് ശേഷം കാണിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് മാറ്റാം. അപ്പം നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയി. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ബ്രെഡ്, അപ്പോൾ ഇതിൻ്റെ ഈ പാത്രം വളരെ ചെറുതാണ്. മാത്രമല്ല ഞാൻ കുറച്ച് 1.5 കപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് നിൽക്കണേ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം, നിങ്ങളുടെ ലോഫ് പാൻ അനുസരിച്ച്. നമ്മുടെ കേക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ബ്രെഡാണ്. കണ്ടോ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീറ്റ് ബ്രെഡൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു.